ഇപ്പൊ റീസെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് ഞാൻ കുറേ നാളുകളായിട്ട് ബയോളജിക്കൽ ഡെന്റിസ്ട്രി എന്ന് പറയും. ബയോളജിക്കൽ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയാറാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡെന്റലിനെ നമ്മളിപ്പോൾ ഒരു കരിക്കുലത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. കരിക്കുലത്തിൽ നമ്മളിത് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ BDS എന്ന് പറയുന്നത് സെപ്പറേറ്റ് പഠിക്കുന്ന ഒരു കോഴ്സാണ്. MBBS എന്ന് പറയുന്നത് സെപ്പറേറ്റ് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായ അല്ലെങ്കിൽ പല്ലെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം കൂടെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ബിഗർ പിക്ചറിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ബ്രെയിൻ ഗട്ട് ആക്സിസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പറയും നമ്മുടെ വയറ് കുളമായി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ചിലപ്പോൾ കുളമായെന്ന് പറയും. കാരണം അപ്പോൾ അതിൻ്റെ ഈ ഗട്ട് എന്ന് പറയുന്നത് അവിടെയും ഈ ഓറൽ ക്യാവിറ്റി തമ്മിലുള്ളൊരു സിമിലാരിറ്റി ഉണ്ട്. ഗട്ട് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്തും നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്ത് ഒരു മൈക്രോ ബയോം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മൈക്രോ ഫ്ലോറ ഉണ്ട്. അവിടെ സ്ഥിരമായിട്ട് വസിക്കുന്ന അവിടുത്തെ തന്നെ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള നമുക്ക് സഹായകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സൂക്ഷ്മ ജീവികളുണ്ട്. അതിനെയാണ് നമ്മൾ മൈക്രോബയോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ചില ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, കെമിക്കൽസ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മൗത്ത് വാഷുകൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുന്ന ദിവസമാണെങ്കിലും ഈ ഡോക്ടർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആൾക്കാർ ഒരു മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിച്ചൊന്ന് വായൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിരിക്കും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വാ തുറന്ന് കാണിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഓവർ ദ കൗണ്ടർ ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഉള്ള മൗത്ത് വാഷ്, ഒരു ബ്രാൻഡ് ഞാൻ പറയുന്നത്, ഒരു മൗത്ത് വാഷുകൾ മിക്കതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷുകളായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷുകൾ അല്ലെങ്കിൽ ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മൗത്ത് വാഷിന് അങ്ങനെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു പവർ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ അണുക്കളെ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗപ്പെട്ട അണുക്കൾ നശിക്കും, നമുക്ക് മോണരോഗമോ അല്ലെങ്കിൽ ദന്തക്ഷയം ഉണ്ടാക്കുന്ന അണുക്കൾ നശിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ നമ്മുടെ ഈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും വായുടെ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ അമ്ലക്ഷാരത്വം അല്ലെങ്കിൽ നമ്മൾ pH എന്ന് പറഞ്ഞാൽ pH-ൽ ഒരു ഇംബാലൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. വായ കുറച്ചുകൂടി ഡ്രൈ ആവാൻ കാരണമാവും. പലപ്പോഴും ആൾക്കാർ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് വായുനാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ വായുനാറ്റത്തിൻ്റെ തന്നെ ഒരു കാരണമാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടിയിട്ടുള്ള മൗത്ത് വാഷ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വായുനാറ്റം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ മൗത്ത് വാഷുകൾ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം നമുക്കിപ്പോൾ മോണവീക്കം ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒന്നും കഴിവതും കുറഞ്ഞിട്ടുള്ള മൗത്ത് വാഷ്. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കും, നമ്മൾ പണ്ടൊക്കെ ഫ്ലൂറൈഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഫ്ലൂറൈഡ് തന്നെ എല്ലാത്തിലും വേണമെന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കുറേ പുതിയ സ്റ്റഡീസ് പറയുന്നത് പറഞ്ഞാൽ NHAP എന്ന് പറയും, അല്ലെങ്കിൽ നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ്. നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനകത്ത് കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് ഈ പല മൗത്ത് വാഷിനും പേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് പതയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സോപ്പിലെ പോലെയോ ഡിറ്റർജന്റിന്റെ പോലെയോ SLS എന്ന് പറയും, സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് പല്ല് തേക്കുമ്പോൾ നന്നായിട്ട് പതയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വായിലെ റെസിഡന്റ് ആയിട്ടുള്ള മൈക്രോ ഫ്ലോറ അതിന് ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. ഇപ്പോൾ സുധി ചോദിച്ച ചോദ്യത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ സ്ഥിരമായിട്ട് മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ BP കൂടാൻ ചാൻസ് ഉണ്ട്. BP കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചില ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നൈട്രേറ്റ് പോലെയുള്ള, അപ്പോൾ ഈ BP കുറയ്ക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് നല്ലതെന്ന് ചിലപ്പോൾ പറയാറുണ്ട്, പക്ഷെ അതും ഒരു പരിധി കൂടുതൽ നമ്മൾ കുടിക്കാൻ പാടില്ല. പക്ഷേ ബീട്രൂട്ട് ജ്യൂസ്, ബീട്രൂട്ടിനകത്തുള്ള ഒരു കണ്ടന്റാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം നൈട്രേറ്റ് എന്നുള്ള സാധനം നമ്മുടെ പല വെജിറ്റബിൾസിലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വായിലോട്ട് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ അകത്ത് ആഗിരണം ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു നൈട്രേറ്റിൻ്റെ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് വായിലുള്ള ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അപ്പോൾ പലപ്പോഴും സ്ഥിരമായിട്ട് ഒരു 6 മാസത്തോളം നമ്മൾ എല്ലാ ദിവസവും മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് കുലുക്കുഴിഞ്ഞു കഴിഞ്ഞാൽ വായിലെ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു ഫ്ലോറ ഓൾമോസ്റ്റ് 90% നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ BP ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നൈട്രേറ്റ് ബോഡിയിൽ നാച്ചുറൽ ആയിട്ടുള്ള കൺവേർഷൻ നടക്കാതെ BP ഒരു 10 or 20 BP കൂടാനുള്ളൊരു സാധ്യതയും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരുപാട് അസുഖങ്ങളുമായിട്ട് ഇപ്പോൾ വായിലുണ്ടാകുന്ന അണുക്കൾ അല്ലെങ്കിൽ വായിലുണ്ടാക്കുന്ന പല അണുബാധകളും ഉണ്ടാക്കുന്ന നീർവീക്കം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മറ്റു പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആക്സ് ആണ്. അത് ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഈ ഗട്ടിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റി വഴിയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വായിൽ കൂടെയാണ് ഭക്ഷണം പോകുന്നത്. അതാണ് പിന്നീട് പല പാസേജ് വഴി അവസാനം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗട്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ട് എത്തുന്നത്. അപ്പോൾ വായിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മൊത്തത്തിലുണ്ടാകുന്ന പല നീർവീക്കങ്ങളുടെയൊക്കെ തുടക്കം, അതിൻ്റെ ആദ്യ ലക്ഷണങ്ങളൊക്കെ തന്നെ വായിൽ പ്രകടമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 46ഓളം അസുഖങ്ങളും മോണരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏതാണ്ട് 12ഓളം അസുഖങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ 1-2 പഠനങ്ങളോ അല്ലെങ്കിൽ ഒരു 10-ൽ താഴെ മാത്രമേ പഠനങ്ങൾ നടന്നിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് പഠനങ്ങൾ വരുന്നതിൻ്റെ മുറയ്ക്ക് അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് എവിഡൻസ് കിട്ടും. എന്നാൽ തന്നെ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കുറച്ച് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പേശികളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ധമനികളുണ്ട്, നമ്മൾ ഗ്രേറ്റ് വെസൽസ് എന്ന് പറയുന്ന ആ ധമനികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിലുള്ള ഈ പറഞ്ഞതുപോലെ ഉള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ പൂരിതമായിട്ടുള്ള കൊഴുപ്പുകൾ, അപൂരിതമായിട്ടുള്ള കൊഴുപ്പുകൾ നമുക്ക് നല്ലതാണ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ്, അതിനകത്ത് തന്നെ മുഫയെന്നും പുഫയെന്നും പറയും. മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, പോളിയുണ്ട്. പക്ഷേ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ട്രാൻസ് ഫാറ്റുകൾ പോലെയുള്ള നമ്മുടെ വനസ്പതി ഡാൽഡ പോലെയുള്ള ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ അതിനകത്ത് തന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ തന്നെ ഹൃദ്രോഗത്തിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ വായിലെ മോണരോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ പലപ്പോഴും അത് രക്തം വഴി വ്യാപരിച്ചിട്ട് ഈ ഹൃദയത്തിന്റെ വലിയ ധമനികളിലൊക്കെ കാണുന്നതായിട്ട് വെജിറ്റേഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ, അത്തരം ബാക്ടീരിയകൾ തന്നെ ഹൃദയ ഭിത്തികളിൽ കോളനൈസ് ചെയ്യുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗവും നമ്മുടെ മോണരോഗവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭേദ്യമായിട്ടുള്ള ടു വേ റിലേഷൻ അല്ലെങ്കിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമായിട്ടല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മോണരോഗം ത്വരിതപ്പെടാനായിട്ട് കാരണമാകും. തിരിച്ച് മോണരോഗം നിയന്ത്രണ വിധേയമല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രമേഹത്തിന്റെ തോതും വളരെയധികം ത്വരിതപ്പെടുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അതായത് പ്രമേഹവും നിയന്ത്രിച്ച് നിർത്തുക. നമ്മുടെ 3 മാസത്തെ ശരാശരി ആ ഒരു ഷുഗറിന്റെ അളവുകോലായിട്ടുള്ള HbA1c എന്ന് പറയുന്ന പാരാമീറ്റർ ഒരു 7.5 അല്ലെങ്കിൽ മാക്സിമം ഒരു 7ന്റെ താഴെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ 6 മാസത്തിലൊരിക്കലും നമ്മൾ നന്നായിട്ട് ആഴത്തിലുള്ള ഒരു മോണയുടെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് പല്ലുകളൊന്ന് വൃത്തിയാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മോണരോഗം നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പക്ഷാഘാതവുമായിട്ട് ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സ്ട്രോക്കുമായിട്ടുള്ള, അൽഷീമർ പോലെയുള്ള, പാർക്കിൻസോണിസം പോലെയുള്ളവ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ സന്ധിവാതം, അതോടൊപ്പം തന്നെ നമുക്ക് അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരുന്ന ഒരു കണ്ടീഷൻ, അലർജിക് റൈനൈറ്റിസ്. അതായത് മൂക്കിനുള്ളിലെ ശ്ലേഷ്മസ്ഥലത്തിന് കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ അവിടെ നീർവീക്കം വന്നിട്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിന് പല പല കാരണങ്ങളാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂറിക് ആസിഡ് നമ്മുടെ പെരിവിരലിലാണ് കൂടുതലായിട്ട് പെയിൻ ഉണ്ടാകുന്നത്. നമ്മുടെ കാലിൻ്റെ തള്ളവിരലാണ് കൂടുതലായിട്ട്, ആ ജോയിന്റുകളിലൊക്കെ തന്നെ ഈ യൂറൈറ്റ് ക്രിസ്റ്റൽസ് വന്നിട്ട് അത് ഉണ്ടാക്കുന്നതാണ് ഗൗട്ട് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഗൗട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പാങ്ക്രിയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന COPD എന്ന് പറയുന്ന ശ്വാസകോശത്തിന്റെ ആ ക്ഷമത കുറയ്ക്കുന്ന തരത്തിലുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന COPD, ഇത്തരത്തിലുള്ള പല രോഗങ്ങളുമായിട്ട് നമ്മുടെ വായിലെ രോഗങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓറൽ ഹെൽത്ത് ഫോർ എ ബെറ്റർ ജനറൽ ഹെൽത്ത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഈ ബയോളജി ഡെന്റിസ്റ്റിയുടെ കോൺസെപ്റ്റ് തന്നെ അതാണ്. നമ്മുടെ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോബയോമിനെ തകർക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കേസുകളിലും റൂട്ട് കനാൽ ചികിത്സ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പല കേസുകളിലും ബയോ മൈമെറ്റിക് എന്നൊരു കോൺസെപ്റ്റ് കൂടി ബയോളജി ഡെന്റിസ്റ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ബയോ മൈമെറ്റിക് എന്ന് പറഞ്ഞാൽ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബയോ എന്ന് പറഞ്ഞാൽ ജൈവം, മൈമെറ്റിക് എന്ന് പറഞ്ഞാൽ മിമിക്രി അല്ലെങ്കിൽ അനുകരണം. നമ്മുടെ സ്വന്തം പല്ലിനെ പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ആ ഒരു പ്രോപ്പർട്ടീസിനെ തന്നെ കൃത്യമായിട്ട് അനുകരിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. അത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ഒരു 60 മുതൽ 70% കേസുകളിലും നമുക്ക് തടയാൻ സാധിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയൊരു പുളിപ്പ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേഷ്യൻ്റ് ഒരു അസഹ്യമായിട്ടുള്ള വേദന ആകുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചികിത്സയിലോട്ട് നിർദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷേ അത് ശരിക്കും റൂട്ട് കനാൽ ചികിത്സ ആവശ്യമുള്ളത് പല്ലിൻ്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്തമജ്ജ അല്ലെങ്കിൽ ഡെന്റൽ പൾപ്പിലോട്ട് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രാക്ചർ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു പല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ട് ഏറ്റവും ഉള്ളിലേക്കുള്ള പാളിൽ എത്തിക്കഴിഞ്ഞാലും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ചെറിയ ചെറിയ പുളിപ്പിനൊക്കെ നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യാതെ ഈ ബയോമൈമെറ്റിക് ആയിട്ടുള്ള രണ്ടാമത്തെ പല്ലിൻ്റെ പാളിയായിട്ടുള്ള ദന്തവസ്തു അല്ലെങ്കിൽ ഡെന്റിൻ എന്ന് പറയുന്ന ആ ലെവലിലേക്ക്
നമുക്ക് ഇമ്മീഡിയറ്റ് ഡെന്റിൻ സീലിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബയോമൈമറ്റിക് ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ അടച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് ബയോളജിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓറൽ ഹെൽത്ത് നമ്മുടെ സിസ്റ്റമിക് ഹെൽത്ത് അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്തുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.